ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കക്കാടംപൊയിലാണ്. 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ലേഡീസിൻ്റെയൊക്കെ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്നിതാ നമ്മൾ ബോയ്സിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു കേട്ടോ. പുതപ്പ് തട്ടി മാറ്റി എണീക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള പോലെ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് തന്നെ ആ വെള്ളം വെച്ച് വായ നിന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കുടിക്കും. വെറും വയറ്റിൽ കുറച്ച് പച്ചവെള്ളം കുടിക്കണമാണ് എൻ്റെ ഫസ്റ്റത്തെ ശീലം. അത് കഴിഞ്ഞിട്ട് വലിയൊക്കെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതാ ചെയ്യാൻ ഒരുപാട് ജോലികൾ കിടക്കുന്നുണ്ട്, കാണിച്ചു കേട്ടോ. ഇന്നലെ രാത്രി 12:30ക്കാണ് കക്കാടംപൊയിലെത്തിയത്. അപ്പോൾ 5:30 മണിയായിട്ടുണ്ട്. നമുക്കിന്നവിടെ ചെയ്ത് തീർക്കാം. ഒരുപാട് ജോലികളുണ്ട്, കാണിച്ചു കേട്ടോ. എല്ലാ റൂമുകളും ക്ലീൻ ആക്കണം. കണ്ടല്ലേ, റൂമൊക്കെ ആകെ അലങ്കുലമായി കിടക്കുകയാണ്. അവിടെ നമ്മുടെ മനുവേട്ടൻ ഉറങ്ങേണ്ടൊരു മൂലയൊക്കെ കണ്ടില്ലേ, നല്ല ഉറക്കത്തിലാണ്. 10 മണി ആവും എണീക്കാൻ. കിച്ചണൊക്കെ അത്യാവശ്യം ക്ലീനിങ് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, ഒരുപാട് പണികളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണട്ടെ എങ്ങനെയാണ് ചെയ്യണതെന്ന്. സാധാരണ ലേഡീസിൻ്റെയൊക്കെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് ഞാനിങ്ങനെ കാണലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ബോയ്സിന് ഡേ ഇൻ മൈ ലൈഫ് ഇല്ല, എന്തുകൊണ്ട് ബോയ്സിനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടാന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ രാവിലെ നമ്മളൊരു പഴമാണ് കഴിക്കുന്നത്. ചായ ഉണ്ടാക്കുന്നില്ല. ചായ ഉണ്ടാക്കാനൊരു 7 മണി 7:30 ആവട്ടെ. പിന്നെ നമ്മൾ മനു ഉറങ്ങല്ലേ, അവന് എണീക്കട്ടെ. നല്ല പഴുത്ത് നല്ല അടിപൊളി പഴമാണ്. ഇവിടെ പുറത്ത് നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പും കോടയാണ്. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടല്ലേ, പുറത്തേക്ക് ഇറങ്ങിയാൽ വിറയ്ക്കാം. അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അതായത് ആ ഒരു കപ്പേളയാണ്. അവിടെ നിന്നുള്ള പാട്ടാണ് കേൾക്കണം കേട്ടോ. കുരിശുപള്ളി ഉണ്ട്. ആ കുരിശുപള്ളിയിൽ നിന്നുള്ള പാട്ടാണത്. നല്ല രസമാണ്. രാവിലെയും കേൾക്കും, അതേപോലെ രാത്രിയും കേൾക്കും. അപ്പോൾ പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇതാ, നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്നാണ് ഇപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ആദ്യം പില്ലോ കവറൊക്കെ റിമൂവ് ചെയ്യാം. പില്ലോ കവർ റിമൂവ് ചെയ്യാം. പില്ലോ കവർ വെക്കുക, ചെയ്യുക, വെക്കുക. പോട്ടെ.
ഇത് നമുക്ക് കൊണ്ടുപോകാൻ സുഖത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ മടക്കണത്, ചെറുതാക്കി മടക്കണത്. കൊണ്ടുപോകാൻ വളരെ ഈസി ആയിരിക്കും. ഇതാണ് കുറച്ച് പണിയുള്ളത്. ഇതിൻ്റെ സിപ്പ് കണ്ടുപിടിക്കണം എവിടെയാണ്. സിപ്പ് ഇവിടെ, അത് കണ്ടുപിടിക്കണമെന്ന് കുറച്ച് പണി. ഇവിടെ അല്ലേ ഇവിടെ സിബ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സിബ് വരുന്നത്. സിബ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഓക്കെ, ഇതിങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. പോട്ടെ അങ്ങോട്ട്. ഇതിപ്പോൾ കളിക്കണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് റൂം അതേപോലെ തന്നെ ഈ റൂം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാം റൂമിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ റൂമിലും നമുക്ക് ഇതേ പരിപാടി തന്നെയാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അതിൻ്റെ സിപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു പരിപാടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതെടുക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അറിയാത്ത കാര്യമില്ലേ, ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി 12:30 എടുത്തിട്ടുള്ള പരിപാടി ഇതാ ഈ ഒരു പുസ്തകം വായിക്കണം. തുറത്തിലൊക്കെ മാറുന്ന വ്യക്തിത്വം സ്വന്തമാക്കാം. TRS മേനോൻ്റെ നല്ല അടിപൊളി പുസ്തകമാണ്. അത് ഒരുപാട് വായിച്ചു, ഇനിയും കുറച്ചുകൂടി വായിക്കാനുണ്ട്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഈ റൂമിൽ ബെഡ്ഷീറ്റ് എടുക്കാണ്ട് അവിടെ നമ്മളെ മോനേട്ടൻ കിടന്നു നോക്കാൻ. അപ്പോൾ അത് നമുക്കൊരു മോശമല്ലേ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കലാപരിപാടിക്ക് അടിച്ചാൽ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബ്രഷ്. എനിക്ക് ഇങ്ങനത്തെ ബ്രഷ് കൊണ്ട് അടിക്കണത് ഭയങ്കര ഇഷ്ടം കേട്ടോ. പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്യും. നല്ല അടിപൊളി സ്മൂത്ത് ബ്രഷാണ്, നല്ല സ്മൂത്ത് ബ്രഷാണിത്. ഒരാഴ്ചത്തെ പൊടിയുണ്ട്, ഒരാഴ്ച നമ്മളിങ്ങോട്ട് വന്നേക്ക് ഇടിച്ചിട്ട്.
ഈ ചൂലാകുമ്പോഴുള്ള സുഖം എന്താ അറിയോ? അടിച്ചു വാരും ചെയ്യാം, മാറാതെ തട്ടും ചെയ്യാം. രണ്ട് ഉപയോഗം ഒരേ സമയത്ത് നടത്താം. നല്ല സുഖമാണ്. നല്ല വ്യൂ ആണേ. നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തരാം. കണ്ടില്ലേ? അടിപൊളി വ്യൂ. അത് മുകളിലൊരു ഏട്ടുണ്ട്. ആ ഏട്ടനെ സൊസൈറ്റിക്ക് പാലും കൊണ്ടുപോകണം അതിരാവിലെ. ഇവിടെയാണ് സ്കൂട്ടി വെക്കൽ. ഇവിടുന്ന് വെച്ചിട്ട് പാല് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും. സൊസൈറ്റി കുറച്ച് അപ്പുറത്താണ്, അങ്ങോട്ടാണ് പോണത്. ഇനി കുറേ കഴിയുമ്പോൾ സൂര്യൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉദിച്ചിട്ടാ മലേൻ്റെ ഇടയിൽ കൂടെ. അതൊക്കെ കാണിച്ചു തരാം കാണുകയാണെങ്കിൽ. കഴിഞ്ഞിട്ട് നമുക്കിതാ ഏറ്റവും പണിയുള്ളത് പൂള് വൃത്തിയാക്കലാണ്. അതൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മോനായിട്ടെപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. കണ്ടില്ലേ, നല്ല ഉറക്കമാണ്. അവിടെ കിടക്കട്ടെ. ഏറെക്കുറെ നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്ന പരിപാടിയാണ്. രണ്ട് റൂം നമ്മൾ സെറ്റാക്കിട്ടോ. മൂന്നാമത്തെ റൂം സെറ്റാക്കണ്ടേ? എന്ത് ചെയ്യാനാ? ഡെഡ് ബോഡിയുടെ കിടക്കല്ലേ. എന്തൊരു കഷ്ടറിയോ. കണ്ടില്ലേ, പോത്തോളം പോലത്തെ ഒരു ചെങ്ങായി കിടക്കണം. നേരം 8 മണി കഴിഞ്ഞ്. കണ്ടില്ലേ? ഈ റൂമിന് ഇവനെ കൊണ്ട് തന്നെ ക്ലീൻ ആക്കിപ്പിക്കണം. ഇവനെ കൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ഇരിപ്പിക്കണം. എന്തൊന്ന് നേരെ 8:30 പോത്തോളം പോകുന്നൊരു ചെങ്ങായി കിടക്കണുണ്ടല്ലേ. എന്താണ് കാട്ടുക? എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിക്ക് പോവാം. എന്തായാലും ഒന്ന് നീച്ചിട്ട് ഈ ബെഡ്ഷീറ്റും പില്ലോ കറും ഓനെ കൊണ്ട് തന്നെ വിരിപ്പിക്കണം. ഓനുള്ള പണിഷ്മെൻറ്റാണത്. പണിഷ്മെൻറ്റ് കൊടുക്കാൻ ശരിയല്ല. ഇനി അടുത്തത് നമുക്ക് കിച്ചണിലാണ് വർക്കുള്ളത്. കിച്ചണിൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അതേപോലെ തന്നെ മൊത്തത്തിൽ അടിച്ചു വരി തുടയ്ക്കാണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഞാൻ അടിച്ചു വരി ക്ലീൻ ആക്കിട്ടോ. സ്റ്റൗ ഞാൻ മാറ്റി വെച്ചു. സ്റ്റൗ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്ട്. ഗ്യാസ് കുറ്റി നമുക്ക് ഓഫുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രില്ല് നമുക്കൊന്ന് വാഷ് ചെയ്യാണ്ട്. ഇവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കഴുകാനുണ്ട്. ഒക്കെ ഞാൻ മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി. കണ്ടില്ലേ, നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കോലല്ല. അപ്പോൾ മൊത്തത്തിൽ ഏറെക്കുറെ നീറ്റായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നീറ്റാക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വ്യൂ ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട്. ആകാശമൊക്കെ നല്ല ചുമന്ന തുടുത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, ആ കറുത്ത മലകളും ചുമന്ന ആകാശവും നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, എത്ര മലകളറിയാം ഇവിടെ. അപ്പോൾ ഒരു 10-15 മിനിറ്റും കൂടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ തന്നെ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അങ്ങനെ വന്നിട്ട് അങ്ങനെ നീങ്ങിപ്പോവും. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ മനയായിട്ട് ഇതൊന്നും കാണണ്ട തോന്നുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം. മനിയോ, ഒന്ന് എണീറ്റ് വന്ന് നോക്കട്ടെ പുറത്തെ കാഴ്ചക്ക്. ഇതൊന്നും ജീവിതത്തിൽ വെറുതെ മിസ് ചെയ്യല്ലേ. വാ, ആ പ്രകൃതി ഒന്ന് കണ്ടു നോക്ക്. അല്ലേ വാ. എടാ സൂര്യന് കുതിച്ചു വരുന്നതൊന്ന് കണ്ടു നോക്ക്. ആ മലകളും ആ ഷാഡോയൊക്കെ ഒന്ന് വന്നു വാ. ഇങ്ങനെ ഒരു മടിയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ദൈവമേ. വാടാ, വന്ന് കണ്ടോക്ക്. എന്തായാലേ അടിപൊളി കാഴ്ച. ഇതൊക്കെ ഫോണിൽ കൂടെ കാണുമ്പോഴല്ലേ, നേരിട്ട് കാണുമ്പോണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്.
ഇവിടെ പാത്രം കഴുകി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോഴേ ഈ ജനലിലുള്ള കൂടെ ഒരു വെളിച്ചം കേട്ടോ. ഞാൻ വിചാരിച്ചു ആരാണ് ടോർച്ച് അടിക്കണത്. അത് ടോർച്ച് അടിക്കണല്ലേ നമ്മുടെ ഫ്രണ്ടിലെ ആ മനോഹരമായ ദൃശ്യം തെളിഞ്ഞു എന്നാണ് തോന്നണത്. കാണിച്ചു കേട്ടോ. നേരത്തെ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല കോടയായിരുന്നു, അതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. യെസ്, കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കാഴ്ച നോക്ക്. വാവ്, അടിപൊളിയല്ലേ. കോട കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെളിവില്ലാതെ വെക്കണം കേട്ടോ. കണ്ടില്ലേ സൂര്യൻ ഉദിച്ചിങ്ങനെ വരികയാണ്, അതങ്ങനെ പോകും അങ്ങോട്ട്. ആഹാ, കണ്ടില്ലേ ഈ ഒരു മനോഹരമായ കാഴ്ചയാണോ അവനൊക്കെ മിസ്സാക്കണത്. എടാ മനുവോ ഒന്ന് വന്ന് നോക്കടാ പുറത്തെ കാഴ്ച. എടാ ഉറങ്ങാൻ സമയം ഇജല്ല വലിയ ആളായിട്ട് കോഴിക്കോട് പോയിട്ട് മറ്റേ സൺറൈസും സൺസെറ്റൊക്കെ കാണുന്നത്. ഇജ് ഇവിടെ നിന്ന് വന്ന് നോക്ക് ചെങ്ങ, പൈസ കൊടുക്കാതെ കാണുന്ന സംഭവമാണ്. അവിടെ വന്ന് നോക്ക്. എടാ പൊന്നാര ചെങ്ങ, ഇവിടെ ഇങ്ങനെ കിടക്കാതെ എടാ ഒന്ന് വന്നു കൊണ്ടുനോക്ക്. ജസ്റ്റ് ഒന്ന് നീച്ച് വന്ന് കണ്ടോക്ക്. ആൾക്ക് നഷ്ടമൊന്നുമില്ല, വന്നു നോക്ക്. ഇത് കണ്ടു വെച്ചിട്ട് ആൾക്ക് ഒരു നഷ്ടം വരാൻ പോണില്ല. ഇങ്ങോട്ട് വാ. ഒന്ന് നോക്കട പുറത്തെ കാഴ്ച. ഇതൊക്കെയല്ലേ കാണേണ്ടത്. ഉറക്കാൻ ശരിയല്ലെന്ന് വെച്ചാൽ നോക്ക്. ആണ് നോക്ക് ചേ. വാവ്, ഇജ നോക്ക് നോക്ക് പനോ. ഹായ് സൂര്യൻ, അവിടെ നോക്ക്. എന്താലേ മടിയൻ മല ചുമക്കും. ഉറക്കം കിട്ടില്ല വേണ്ടില്ല, കിട്ടില്ല വേണ്ട. 10 മണി വരെ കിടന്നോ. ഈ ബെഡ്റൂം സെറ്റാക്കണ എൻ്റെ പണിയാണ്, ഞാൻ തൊടൂല. കിടന്നോ കുട്ടി, കിടന്നോ കുട്ടി. ഇനിയും 10 മണി വരെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളി. അതേപോലെ എണീറ്റ് വന്നാലേ ബെഡ്ഷീറ്റ് മാറ്റി എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചൊരു തുടച്ചോണ്ടു. ഈ റൂം ഞാനോട്ട് ഒഴിവാക്കി. അതേപോലെ തന്നെ ബാത്റൂമും ക്ലീൻ ആയിക്കൊണ്ടു. ഓക്കെ ഗുഡ് നൈറ്റ്. നമ്മുടെ ജംസിനാക്കറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ പെനോയിലൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ വന്ന് നമ്മുടെ വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. വാഷ് ബേസിന് നമുക്കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീട്ടിലേക്കിട്ട വാഷ് ബേസിനൊന്ന് ഓക്കെ, അത് സെറ്റായി. നെക്സ്റ്റ് കേട്ടക്കട്ടെ. ഓ എന്താലേ പരമസുഖ. ഇപ്പോൾ പുറത്തെ വ്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണേ. നല്ല വെളിച്ചം വെയിലായി വരുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മളെ പണി ഏറെക്കുറെ സെറ്റാക്കണം. ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിലേ നമുക്ക് ഒരു പണി മടുക്കില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ഈ ഇതൊക്കെ. പിന്നെ നമ്മളൊന്ന് ഇഷ്ടത്തോടെ ചെയ്തപ്പോലെ ഇതൊക്കെ എനിക്ക് വളരെ ഈസി ആയി തോന്നി. എല്ലാ ജോലിയും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കായി. നമ്മൾ ഏത് റിസ്ക്കുള്ള ജോലിയില്ലേ ഒന്ന് ഇഷ്ടത്തോടെ ആ ജോലിനെ സ്നേഹിച്ച് ചെയ്താൽ നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ എൻ്റെ ബോസ് നമ്മുടെ സംശയമൊക്കെ ഇന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഏത് റിസ്ക്കുള്ള ജോലിയും ഒന്ന് സ്നേഹത്തോട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ചെയ്തു. അങ്ങനെ എനിക്കിപ്പോൾ ഏത് ജോലിയും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മളെ വാഷ് ബേസിൻ സെറ്റായിട്ടോ. വാഷ് ബേസിൻ നല്ല നീറ്റായിരുന്നു അല്ലേ. നെക്സ്റ്റ് നമുക്കിനി തുടക്കല പരിപാടി വെക്കാം. അല്ല ഈ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ആരാ വിരിക്കുക? അങ്ങനെ ആരെയും വരുമോ? പതുക്കെ വിരിച്ചാൽ മതി, സമയം എനിക്ക്. ഇങ്ങോട്ട് പതുക്കെ വിരിച്ചായിട്ടോ, ഇഷ്ടമായൊരു സമയമുണ്ട്. വെറുതെ ചെറുക്കനായിട്ട് കുതിരയാക്കുക. അത് ഞാൻ തന്നെ ഇരിക്കും, ഇരിക്കുന്നില്ല.
എന്താ ചെങ്ങ ഇപ്പൊ ചവിടുന്ന് ഉറങ്ങി നീച്ച് വന്നതല്ല, ഇങ്ങോട്ട് ഇവിടെ ഇരുന്നുറങ്ങുക. കണ്ടില്ലേ ആ തണുപ്പാണ് ഇവിടെ, ഈ സൂര്യന്റെ ചൂടും കൊണ്ട് ഇവിടെ ഇരുന്നുറങ്ങുക. ഇത് ഇങ്ങനത്തെ ഒരു ചെങ്ങായി ഞാൻ തിന്നണുണ്ടോ? കണ്ടില്ലേ പഴം ബ്രെഡും തിന്നണുണ്ട്, ഉറങ്ങണുണ്ട്. ഇതിങ്ങനെ ഒരു ജന്മം എന്താ മോനത്? ഒക്കെ അപ്ലോഡ് ചെയ്യും. ഇനിയുള്ളതാണ് നമുക്ക് കുറച്ച് റിസ്ക്കുള്ള പണി. ഇതിന്റെ അകത്തേക്ക് നമുക്ക് മാഗ്നറ്റ് കയറ്റണം. കുഴപ്പമില്ല, പിടിച്ചിട്ട് ഇതിനകത്തേക്ക് കയറണം. അതാണ് കുറച്ച് പണിയുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഏറ്റവും കുറച്ച് റിസ്ക് ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഈ കവർ ഇടലാണ്. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഒന്നാമത് ഇതിൻ്റെ സിബ് കണ്ടിട്ട് കുറച്ച് പണിയാണ്. ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടേ ആണിത് ഇടങ്ങേറ്.
ഇപ്പോൾ സമയം കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. ഏകദേശം 4.5 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ എല്ലാ വർക്കും തീർത്ത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ പൂള് വൃത്തിയാക്കി നീറ്റായി കഴുകി അവിടെ തന്നെ ഇവിടെയൊക്കെ മൊത്തം വൃത്തികേടായിരുന്നു. മൊത്തം അടിച്ച് വാരി ക്ലീനാക്കി കണ്ടില്ലേ, സെറ്റാക്കി ചവിട്ടിയൊക്കെ ഇട്ട് ലെവലാക്കി. നമ്മൾ അതിരാവിലെ വെയിൽ തൊട്ട് ചവിട്ടിയാണിത്. ഇങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ട് ലെവലാക്കി. ഇപ്പം നിലത്തേക്ക് ചവിട്ടാൻ തോന്നുന്നില്ല ക്ലീൻ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ എയർ ഫ്രഷ്നർ നമ്മളെ കയ്യിലുണ്ട്, 2 ഉണ്ട്. ഏതെടുക്കണം? ജാസ്മിനും ലാവണ്ടറും ഉണ്ട്. തൽക്കാലം ജാസ്മിൻ എടുത്ത് നോക്കാം. ഓരോ റൂമിലേക്ക് ഇങ്ങനെ കിടക്കണി. അപ്പോൾ ഈ റൂം കാണിച്ചു കേട്ടോ. കണ്ടല്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. റൂമും സെറ്റായി. അയ്യോ, പില്ലോ റെഡി ആയിട്ടില്ല. അങ്ങനെ ഇത് സെറ്റാക്കി. അടുത്തത് ഈ റൂമാണ്. ഇതും നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബോഡിയും കട്ടക്കട്ടെ കുറച്ച് എയർ ഫ്രഷ്നർ. ബാത്റൂം നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് 3ാമത്തെ റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ 3rd റൂം. ഇത് നമ്മൾ നല്ല രീതിയിൽ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കിടക്കട്ടെ കുറച്ച് സ്മെല്ല്. ബാത്റൂം അതേപോലെ തന്നെ ഉരച്ച് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിലാണ് അത്യാവശ്യം പണി വന്നത്. കണ്ടല്ലേ, നീറ്റാക്കി കിച്ചൺ അടിപൊളിയാക്കിയിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഗ്ലാസ്സുകൾ കഴുകി വെച്ചു. ഇവിടെ ആകുമ്പോൾ കണ്ടില്ലേ, വർക്ക് ഏരിയ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗവൊക്കെ ഇതാ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഒരു ഫുഡിൻ്റെ വേസ്റ്റോ കാര്യമോ ഒന്നുമില്ല, നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അമ്മിയും ഒരലും എന്താ അമ്മിക്കുട്ടിയോ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സിങ്കെല്ലാം വെട്ടി. അതേപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഈ ഗ്രില്ലും ക്ലീനാക്കി വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന ടീം അത് കഴുകി വെച്ചില്ലായിരുന്നു. അപ്പോൾ അതുമ്മ കുറച്ച് പണി ഉണ്ടായിരുന്നു. വേസ്റ്റിനുള്ള കവർ വെച്ചു. ഇനി എന്തെങ്കിലും മറന്നതായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അങ്ങനെ വന്ന് ഓക്കെ, ഈ ഫ്ലവർ വേഴ്സ് നമുക്ക് തൽക്കാലം ഫ്രിഡ്ജിൻ്റെ വിലക്ക ഓടിയായിരിക്കും ഒന്നുകൂടെ ഭംഗി. അടിപൊളിയല്ലേ? അപ്പോൾ അതും സെറ്റാക്കി. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഇവിടുത്തെ ജോലിയൊക്കെ തീർന്നിട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോലെ പരിപാടി നോക്കാം. നമ്മുടെ ഗസ്റ്റ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ് അവർ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗോഡൗൺ. നമ്മുടെ എയർ ഫ്രഷ്നറും മറ്റേ സിങ്കും ലോഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇവിടെ ഫാൻ വർക്ക് ചെയ്യണ്ടല്ലേ, ഈ ഫാനും കൂടി അങ്ങോട്ട് ഓഫാക്കാം. ഫാൻ ഓഫാക്കി അതിലടച്ചു. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ളത്. അലക്കാനുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റുകളാണ് അതൊക്കെ. അപ്പോൾ ഏറെക്കുറെ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടുത്തെ ജോലി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഓൺ ദ വേ ആണ്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്തും. അപ്പോൾ ഞാൻ യൂട്യൂബ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു. ഇത് ചെയ്തത് ശരിയായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് ചെയ്യുന്നവർ കൂടുതലും പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാമറയൊക്കെ കൊണ്ടാണ് എണീക്കൽ. ഞാൻ അങ്ങനെയൊന്നുമല്ല എണീച്ചത്. അപ്പോൾ അത് ശരിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.